ഏറെ നാളത്തെ ചർച്ചകൾക്കും നീക്കങ്ങൾക്കും ഒടുവിൽ ഇറാൻ അവരുടെ സൗഹൃദ രാജ്യങ്ങളുടെ പട്ടിക പുറപ്പെടുവിച്ചിരിക്കുന്നു. ലോകത്തെ ആറ് രാജ്യങ്ങൾ മാത്രമാണ് ആ പട്ടികയിലുള്ളത്. നമ്മുടെ രാജ്യവും ആ പട്ടികയിലുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും സന്തോഷകരം. ചൈന, റഷ്യ, ഇന്ത്യ, ഇറാഖ്, പാകിസ്ഥാൻ എന്നിവയാണ് മറ്റു രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഹോർമുസ് വഴി അനസ്യൂതം യാത്ര തുടരാം. ആരും നിങ്ങളെ തടയില്ല, ആരും നിങ്ങളെ ആക്രമിക്കില്ല. ഇത് ഇറാന്റെ ഉറപ്പാണ് എന്ന് അവരുടെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അവർ പറയുന്നത് രാജ്യത്തെ പെട്രോൾ, ഡീസൽ, LPG എന്നിവയുടെ ക്ഷാമം ഉണ്ടാകാതെ നോക്കേണ്ട തങ്ങളുടെ കൂടി കടമയാണ്. തങ്ങളുടെ സൗഹൃദ രാജ്യങ്ങളാണ്. തങ്ങളെ ആക്രമിക്കുകയോ ഇല്ലെങ്കിൽ ആക്രമിക്കുന്നവർക്ക് പിന്തുണ കൊടുക്കുകയോ ചെയ്യാത്ത രാജ്യങ്ങളെ മാത്രമാണ് തങ്ങൾ ഇതുവഴി പോകാൻ അനുവദിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് അടച്ചിട്ടിട്ടില്ല. സൗഹൃദ രാജ്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും അത് തുറന്നു തന്നെ കിടക്കുമെന്നും ഇറാൻ പറയുന്നു. അതിനിടയിൽ നമ്മുടെ രാജ്യത്തെ പെട്രോളിന്റെയും ഡീസലിന്റെയും LPGയുടെയും ക്ഷാമമില്ല എന്ന് എണ്ണ കമ്പനികൾ അറിയിച്ചു. ഇതിന്റെ പേരിൽ ക്ഷാമമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ നടക്കുന്ന പ്രചരണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നുകൂടി അവർ അറിയിച്ചിരിക്കുകയാണ്. ഏതായാലും ഒരു വലിയ നീക്കം എന്ന് തന്നെ പറയാം. നമുക്കറിയാം, ഹോർമുസ് കടലിടുക്ക് ഏറ്റവും തിരക്കേറിയ, ലോകത്തിന്റെ തന്നെ 60% എണ്ണ, വാതക, ചരക്കുകൾ കടന്നു പോകുന്ന ഒരു ഇടനാഴിയാണ്. ആ ഇടനാഴിയിൽ പ്രതിദിനം 120 കപ്പലുകളാണ് കടന്നു പോയിരുന്നെങ്കിൽ ഇപ്പോൾ 5 കപ്പലുകൾ മാത്രമാണ് കടന്നു പോകുന്നതെന്ന് പറയുമ്പോൾ എത്രത്തോളം പ്രതിസന്ധിയാണ് ലോകത്ത് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. 120 കപ്പൽ എന്നുള്ളത് കേവലം ഈ 5 കപ്പലിലേക്ക് ചുരുങ്ങുന്നു. ഏതായാലും ആ കപ്പലില് ഒന്ന് ഇന്ത്യയുടേതാണ് എന്നുള്ളതിൽ വളരെ സന്തോഷകരമായ കാര്യമാണ്. ആ ഒരു രാജ്യം ഇന്ത്യയാണെന്നുള്ളതിലും വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ്. ഏതായാലും ഈ കപ്പലുകളുടെ എണ്ണവും മറ്റും പുറത്തുവിട്ടിരിക്കുന്നത് മാരിടൈം ഇന്റലിജൻസ് സ്ഥാപനമായ വിൻഡോട്ട് ആണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത്. അവരുടെ റിപ്പോർട്ടിലാണ് ഈ കപ്പലുകളുടെ എണ്ണവും മറ്റുമൊക്കെ പുറത്തുവിട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.